പ്രിയപ്പെട്ട വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. ലോങ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ തൃക്കണ്ണാപുരം തങ്ങൾപ്പടി വെച്ചുകൊണ്ട് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. SKSS എടപ്പാൾ മേഖല വിത്തായ ഇഫ്താർ ടെൻറ്റ് റമദാൻ 1 മുതൽ 30 വരെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിവിധങ്ങളായ രീതിയിലുള്ള SKSSFൻ്റെ പ്രവർത്തകരാണ്. തൃക്കണ്ണാപുരം മഹല്ല് ലോങ് യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസുകൾ പാക്ക് ചെയ്ത് വെള്ളം ഉൾപ്പെടെ കൊടുക്കുന്ന വളരെ മാതൃകാ രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാ വർഷമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ റമദാൻ 1-ന് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും പൊതുപ്രവർത്തകനുമായ SIM അക്ബർ കുഞ്ഞു അവരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്നിപ്പോൾ ആനക്കരത്തെ ഒരു ഉസ്താദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് മുജിത്തബ ഫൈസി ആനക്കര, അദ്ദേഹമാണ്. അപ്പോൾ വളരെ മാതൃകപരമായ പ്രവർത്തനമാണ്. ലോങ് യാത്രയ്ക്ക് ഉള്ള ആളുകൾ ചിലപ്പം ചില ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ നിലവിലെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നിർത്താനോ ഒതുക്കാനോ ലോങ് ബസ്സർക്കൊന്നും നിർത്താനോ ഒതുക്കാനോ പറ്റില്ല. അപ്പോൾ അവർക്കുള്ള മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇത് SKSS എടപ്പാൾ മേഖലയിലെ അതിൻ്റെ സഹപ്രവർത്തകരാണ് നടത്തുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ഉൾക്കൊള്ളുന്ന തൃക്കണ്ണാപുരം ജുമാഅത്ത് പള്ളി. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ മഹല്ല് പള്ളിയാണ്. ഈ പള്ളിയുടെ പരിസരത്ത് തന്നെയാണ് ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഉള്ളത്. ഹയാത്തുൽ ഇസ്ലാം മദ്രസിനെ മുൻവശത്ത് വെച്ചുകൊണ്ടാണ് നോമ്പുള്ള യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വെള്ളം ഉൾപ്പെടെ കൊടുക്കുന്നത്. 4ാമത്തെ വർഷമാണ് മാതൃകാപരമായ പ്രവർത്തനം ഇത്തരത്തിൽ കാഴ്ചവെക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSS എടപ്പാട് മേഖലയുടെ കീഴിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിവരുന്ന ഇഫ്താർ ടെൻ്റാണ്. സ്റ്റേറ്റ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത് ഏകദേശം 5 വർഷത്തോളമായി ഇന്നും അത് നിലക്കാതെ SKSS എടപ്പാട് മേഖല തൃക്കണ്ണാപുരം തങ്ങൾപ്പടിയിൽ വെച്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഓരോ ദിവസവും 50-60 പൊതികൾ ഞങ്ങൾ ഇഫ്താർ ടെൻറ്റിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. മനസ്സുകളുടെ സഹായത്തോടു കൂടെ ഓരോ ദിവസവും ഓരോ ആളുകളുടെ സ്പോൺസർഷിപ്പോടു കൂടെയാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മാതൃകാപരമായ പ്രവർത്തനമാണ്. ഒരുപാട് ആളുകൾ ഇതിന് അത്യാവശ്യമായി വന്നിരിക്കുന്നു. KSRTC പോലത്തെ ദീർഘദൂര യാത്രക്കാർ, അതുപോലെ തന്നെ ദീർഘദൂര യാത്ര ചെയ്യുന്ന മറ്റു വാഹനങ്ങളൊക്കെ നിർത്തി അവരുടെ ഒരുപാട് ആശ്വാസങ്ങളും സമാധാന വാക്കുകളും ഞങ്ങൾക്ക് കിട്ടുന്ന പ്രാർത്ഥനയും പിൻബലവും അത് മാത്രമാണ്. എല്ലാവിധ പിന്തുണകളും ഇതിനെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ തങ്ങൾപ്പടിയിലുള്ള മഹല്ല് ഭാരവാഹികൾ, അതുപോലെ തന്നെ മറ്റു കാരണവന്മാർ, എല്ലാ ആളുകളുടെയും SKSS എടപ്പാൾ മേഖല പ്രവർത്തകന്മാർ എല്ലാ ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്.